ഔട്ട്സ്പോക്കൺ ആയതുകൊണ്ടല്ല പിതാക്കന്മാരെ ചോദിക്കുന്നത്, ഒട്ടും ഇറവറൻസും ഇല്ല. പക്ഷെ ചോദിച്ചു പോവുക. നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളുടെ മോചന കാര്യത്തിൽ അവർക്ക് ജാമ്യം കിട്ടിയ സംഭവം ഛത്തീസ്ഗഡില്, അക്കാര്യത്തിൽ സഭയുടെ നിലപാട്, ഔദ്യോഗികമായ നിലപാട് എന്താണ്? അത് നമ്മുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞതാണോ? അതാണോ നയം, നിലപാട്? അതിപ്പോ ചോദിക്കാൻ കാര്യം, ഇരിങ്ങാലക്കുടയിലെ മെത്രാൻ രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ഈ സഭയുടെ തീരുമാനങ്ങൾ അറിയിക്കുന്നത് സഭാ മേലധ്യക്ഷന്മാരാ, തലപ്പത്തിരിക്കുന്നവരാ, അല്ലാതെ ഏതെങ്കിലും വ്യക്തികളല്ല. അവരെന്തെങ്കിലും പറഞ്ഞാല് അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ഇതിൽ നിന്ന് അത്യാവശ്യം ബുദ്ധിയുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, ഈ വിഷയത്തിൽ മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ്, അത് സഭയുടെ അഭിപ്രായമല്ലെന്നാണ്. പക്ഷെ പിതാക്കന്മാരത് ക്ലാരിഫൈ ചെയ്യണം. ആളുകൾ കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ ആകാൻ കാരണം മാർ പാംബ്ലാനി പറഞ്ഞ ചില കാര്യങ്ങളാ. അദ്ദേഹം പറഞ്ഞെന്താ, അമിത്ഷാ വാക്കു പാലിച്ചതിൽ നന്ദിയുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും എടുത്ത നിലപാടിനെ ശ്ലാഘിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായി, അതിനെ സഭ ആദരവോടെ കാണുന്നു. അതാണ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത്. അത് ഈ തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് മാത്രമാണ്, അല്ലാതെ സഭയെ പ്രതിനിധീകരിച്ച് അഭിപ്രായം പറയാൻ അധികാരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി സീറോ മലബാർ സഭയ്ക്കാണെങ്കിൽ അതിന്റെ മേയർ ആർച്ച് ബിഷപ്പുണ്ട്, റഫേൽ മാർ തട്ടിൽ. പിതാവ് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ BJP-യുടെ ഇടപെടലിനെ കുറിച്ച്, കേന്ദ്ര സർക്കാരിന്റെ സഹായത്തെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുക്കും മേലെ ഇന്ത്യയിലെ മുഴുവൻ കത്തോലിക്ക മെത്രാന്മാരുടെയും സംഘടനയായ CBSE-യുടെ പ്രസിഡന്റ്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശ്ശൂരിലുണ്ട്. തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പാ. അദ്ദേഹമാണ് ഈ CBSE-യുടെ പ്രസിഡന്റ്. അദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും പങ്കിനെ കുറിച്ച് ഇതുവരെയൊന്നും പറഞ്ഞു കേട്ടില്ല. ഇനി കേരളത്തിലാണെങ്കിൽ KCBC, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, അതിന്റെ പ്രസിഡന്റ് ആരാ? നമ്മുടെ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ്. അദ്ദേഹം പറഞ്ഞ എന്തുവാ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ പ്രശ്നം തീർന്നിട്ടില്ല. ഇപ്പൊ ജാമ്യം കിട്ടിയത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്നാണ് ക്ലീമീസ് തിരുമേനി പറഞ്ഞത്. പക്ഷെ ഇവരൊന്നും പറയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. വെറുതെ ഒരു ആർച്ച് ബിഷപ്പിന് കയറി പറയാവുന്ന ഒരു കാര്യമല്ല. സഭയുടെ നിലപാടാണെങ്കിൽ പറയാം, അതല്ല പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാന സഭയ്ക്ക് ഇല്ലെങ്കിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അമിത്ഷായ്ക്ക് നന്ദി പറയുന്നു, മോദിക്ക് നന്ദി പറയുന്നു, അവരിടപെട്ടെന്ന് പറയുന്നു, അതിനെ ശ്ലാഘിക്കുന്നു, വളരെ ആദരവോടെ ഇടപെടലിനെ കാണുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ മാർ പോളി കണ്ണൂക്കാടൻ പറയുന്നത്, ഇരിങ്ങാലക്കുടയിലെ ബിഷപ്പാ, അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണെന്നാ. ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ സഭയെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സഭയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് അദ്ദേഹം ഞായറാഴ്ച പള്ളികളിൽ വായിക്കത്തക്കവണ്ണം ഒരു ഇടയലേഖനം തന്നെ എഴുതിയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിഷയം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരെ ജയിലിലാക്കിയതുമായിരുന്നു. അതിൽ കേന്ദ്ര, ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരുകളെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ പോയി കണ്ടപ്പോഴാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും കർദിനാൾ മാർ ബസേലിയസ് ക്ലീമീസിനെ ഒക്കെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ പാംബ്ലാനി തിരുമേനി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്? അതാണ് കേരളത്തിലെ സഭാ വിശ്വാസികള് അല്പം കൺഫ്യൂഷനിലായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം. പാംബ്ലാനി മെത്രാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ്, റബ്ബറിന് 300 രൂപ ആക്കി തന്നാൽ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ കേരളത്തിൽ നിന്ന് BJP-ക്ക് ഒരു MP-യെ തന്നേക്കാവുന്നു. 300 രൂപയൊന്നും ആക്കിയില്ല, എന്നാലും തൃശ്ശൂരിൽ നിന്ന് MP-യെ കൊടുത്തു. അത് ഈ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയുടെ കാര്യം എന്തുവാ? എന്തെങ്കിലും കച്ചവടമാണോ? ഇത് മറ്റാരെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുമ്പേ പാംബ്ലാനി പിതാവ് ഇതുപോലൊരു കാര്യം പറയാൻ എന്താ കാര്യം? മോദിയെയും അമിത്ഷായും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട്, ശ്ലാഘിച്ചുകൊണ്ട്, അവരുടെ നിലപാടിന് അല്ലെങ്കിൽ അവരുടെ സഹായത്തിന് ആദരവ് അറിയിച്ചുകൊണ്ട് എന്താ കാരണം? അതാണ് സഭാമക്കൾ ചോദിക്കുന്നത്. പാംബ്ലാനി പിതാവേ, ഒരിക്കൽ കൂടി ചോദിക്കുക, ഒട്ടും ഇറവറൻസ് ഇല്ലാതെ ചോദിക്കുക, ഈ ജാമ്യം കിട്ടിയ കാര്യത്തില് അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ പങ്ക്, അല്ലെങ്കിൽ BJP സർക്കാരിന്റെ സഹകരണം, അതൊക്കെ ഉണ്ടായെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലായത്? സത്യത്തിൽ നമ്മുടെ സിസ്റ്റർമാരായ പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്?
NIA സ്പെഷ്യൽ കോർട്ടിലെ ജഡ്ജിയായ സിറാജുദ്ദീൻ ഖുറേഷി ഇത് സംബന്ധിച്ച് എഴുതിയ ഒരു ഉത്തരവുണ്ട്. 10 പേജുണ്ട്. അതൊന്ന് വായിച്ചാൽ മതി. കാരണം വളരെ വ്യക്തമാണ്. ആരും പറഞ്ഞിട്ടില്ല, BJP ഇടപെട്ടിട്ടല്ല, അമിത്ഷാ പറഞ്ഞിട്ടല്ല, നരേന്ദ്രമോദിയുടെ നിലപാടല്ല. അതിന് കാരണമായ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ 2 സിസ്റ്റർമാര് നിരപരാധികളാണ് എന്നുള്ളതാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർക്കെതിരായിട്ട് മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം ഇതൊക്കെ ചുമത്തിയതാണല്ലോ. ഇതൊന്നും അവർ ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കേട്ടുകേഴ്വിയുടെയും സംശയങ്ങളുടെയും ചില ആശങ്കകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ 2 സിസ്റ്റർമാർക്കെതിരെ കേസ് ചാർജ് ചെയ്തതെന്ന് കോടതിക്ക് FIR വായിച്ചപ്പോഴേ മനസ്സിലായി. അത് ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഈ നിർബന്ധിത മതപരിവർത്തനം ഇവര് വളരെ നേരത്തെ തന്നെ ക്രിസ്തുമത വിശ്വാസികളാണെന്ന് വ്യക്തമായി. അതും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് അവര് ആഗ്രയിൽ ജോലിക്ക് പോകുന്നത് എന്നും വ്യക്തമായി. ആ മാതാപിതാക്കൾ അതനുസരിച്ചുള്ള ഒരു അഫിഡാവിറ്റ് കൊടുത്തു. ഇതെല്ലാം കോടതിയുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീതിബോധമുള്ള ഒരു ജഡ്ജിക്കും ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. അല്ലാതെ ഇവിടുന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോടെ പോയി മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും കണ്ടതുകൊണ്ടല്ല പിതാവേ. നമ്മുടെ സിസ്റ്റർമാരും നിരപരാധികൾ, അവരുടെ പേരിൽ ഒരു തെറ്റും തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാ. അപ്പൊ പറയും ജാമ്യത്തെ NIAയോ ഛത്തീസ്ഗഡ് സർക്കാരോ എതിർത്തില്ലല്ലോ എന്ന്. എതിർത്തു പിതാവേ, എതിർത്തു. വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലേണഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ NIA have raised ഫോർമൽ ഒബ്ജക്ഷൻ. അപ്പൊ അത് ഫോർമൽ ഒബ്ജക്ഷൻ ആണ്, ശക്തമായിട്ട് എതിർത്തില്ല എന്നാണല്ലോ BJP പറയുന്നത്. പിതാവെ, ശക്തമായിട്ട് എതിർക്കാൻ, അങ്ങനെ വാദിക്കാൻ അതിന് പറ്റിയ ഒരു തെളിവോ ഒരു രേഖയോ എന്തെങ്കിലും വസ്തുതയോ ഈ ഛത്തീസ്ഗഡ് പോലീസ്, ദുർഗിൽ അവിടെ പോലീസ് കോടതിയിൽ കൊടുത്ത FIR-ൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ജാമ്യം നിഷേധിക്കുക? പിന്നെ എന്തിനാണ് നിങ്ങൾ മോദിയുടെയും അമിത്ഷായുടെയും ഇടപെടലിനെ സഹിക്കുന്നത്, ആദരവോടെ കാണുന്നത്? നടന്നത് അതാണ്. വാസ്തവത്തിൽ ഇത് അമിത്ഷായുടെയും മോദിയുടെയും സഹായം കൊണ്ടാണെന്ന് പറഞ്ഞത് വഴി നമ്മൾ ചെയ്തത് എന്താ? ഈ 2 കന്യാസ്ത്രീകളുടെ നിരപരാധിത്വത്തെ നമ്മൾ മാനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുക ചെയ്തത്. ഇവിടെ അവരുടെ നിരപരാധിത്വത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ഈ വാദത്തിനാ. കേന്ദ്ര സർക്കാരിന്റെ നയം, ഇടപെടൽ, നിലപാട്. വാസ്തവത്തിൽ അതാണോ ശരി? ആ കന്യാസ്ത്രീയുടെ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട്, അത് ഈ ജഡ്ജിക്ക് മനസ്സിലായത് കൊണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. ഇനിയുമെങ്കിലും അത് മനസ്സിലാക്കണം. വാസ്തവത്തിലൊരു BJPയുടെ സംഘപരിവാരത്തിന്റെ റോൾ എന്താണ്? സംഘപരിവാരത്തിൽപ്പെട്ട ബജ്രംഗ് ദളാണ് ഇവരെ വെറും സംശയത്തിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുന്നു, അധിക്ഷേപിക്കുന്നു, ഈ സ്ത്രീകളെ തല്ലുന്നു, കൂട്ടത്തിലുണ്ടായിരുന്ന അതിലൊരാളുടെ സഹോദരനെ മർദ്ദിക്കുന്നു, കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുന്നു, എന്നിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്നു, ജയിലിലാക്കുന്നു, റിമാൻഡ് ചെയ്യിക്കുന്നു. എന്നിട്ട് BJP അങ്ങ് ഇടപെട്ടു സഹായിക്കാൻ. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചത് നീയേ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട്. വാസ്തവത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. BJPക്കാർ അറസ്റ്റ് ചെയ്യിക്കുന്നു, BJPക്കാർ പിന്നെ രക്ഷിച്ചു, ഞങ്ങളാണ് രക്ഷകരെന്ന് അവകാശപ്പെടുന്നു. BJPയുടെ സംസ്ഥാന സർക്കാർ എത്തി ദുർഗില് അവിടെ കോടതിയുടെ മുമ്പില് ജയിൽ വിമോചിതരായ സിസ്റ്റർമാരെ സ്വീകരിക്കുന്നതിന്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ധാരാളം നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത അതിൽ ഏറ്റവും നാണം കെട്ട ഒരു ദൃശ്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഈ ജാമ്യം കിട്ടിയ സിസ്റ്റർമാരുടെ ഒരു സഹോദരൻ, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോ കോൺഗ്രസ് MLA റോജി എം ജോൺ അവിടെ ഉണ്ട്. അദ്ദേഹം ആദ്യത്തെ ദിവസം മുതൽ ഇവരുടെ മോചനത്തിന് വേണ്ടി നിയമ നടപടികളുടെ കാര്യത്തിലൊക്കെ അവരെ സഹായിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. ആ സഹോദരൻ ഓടി വന്ന് റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ച് കരയുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുക. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ MLA അല്ല, ഞങ്ങളുടെ സഹോദരനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെ സഹോദരനാണ് എന്നൊരു വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ BJPയുടെ ഒരു നേതാവ് ഇതിനിടയിൽ കൂടെ അച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ പിടിക്കാൻ നടത്തുന്ന ശ്രമം വാസ്തവത്തിൽ ഒരു അശ്ലീല രംഗമായിരുന്നു. അത് 4 വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെ BJPക്കാർ ചെയ്തതാണെന്ന് വരുത്താൻ വേണ്ടി മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങൾ, അതൊക്കെ പിന്നീട് ചർച്ചാ വിഷയമായി. ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്തൊരു നാണക്കെട്ട രംഗമായിരുന്നു ഇത്. ഈ യഥാർത്ഥ ഒറിജിനൽ RSS BJPക്കാരൊക്കെ ഇത് കാണുന്നുണ്ടോ? ഈ ദുർഗിൽ നടത്തിയ നാടകങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ വരുന്നു, അദ്ദേഹത്തിന്റെ കാറിൽ ഈ മോചിതരായ കന്യാസ്ത്രീകളെ അടുത്ത കോൺവെന്റിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ. പിതാക്കന്മാരെ, ഛത്തീസ്ഗഡ് പോലീസ് 2 കുറ്റങ്ങളാണ് ഈ സിസ്റ്റർമാരുടെ പേരിൽ ചാർത്തിയിരുന്നത്.
ഒന്ന് മനുഷ്യക്കടത്ത്, രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനം. അത് രണ്ടും പൊളിഞ്ഞു. ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതൊരു കുറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ആദിവാസികളായ യുവതികളെ മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലിനായി കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഈ സിസ്റ്റർമാർ പാലിച്ചില്ല എന്ന്. ഇവരെ ജാമ്യത്തിലെടുക്കാൻ സഹായിച്ചു, ഞങ്ങൾ മൂലമാണ് ജാമ്യം കിട്ടുക എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഛത്തീസ്ഗഡിൽ വെച്ച് പറഞ്ഞതാ. ഇവരെന്തോ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങള് ലംഘിച്ചു വന്നു. ഈ നാട്ടില് ഇന്ത്യയിലുള്ളവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നവരിൽ എത്ര ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഈ കന്യാസ്ത്രീകള് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു. മൂന്നാമത്തെ ചാർജ്. ഇനി നമ്മൾ ഈ പാമ്പ്ളാനി പിതാവ് പറഞ്ഞതിനെ കുറിച്ച് മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചാല് അമിത്ഷാ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അല്ലെങ്കിൽ മോദിയും അമിത്ഷാ ഈ കാര്യത്തിൽ എന്തെടുത്തു, എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവർക്ക് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ പറ്റുമോ? അവർക്ക് ഈ കോടതിയിലെ ജഡ്ജിയെ വിളിച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അവരങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിലുള്ള രാഷ്ട്രീയ ഇടപെടലായിട്ടത് മാറില്ലേ? അവർക്ക് ചെയ്യാവുന്നത് ജാമ്യത്തെ എതിർക്കണ്ട എന്ന് പറയാം. പക്ഷെ ഇവിടെ ജാമ്യത്തെ എതിർത്തു. ജാമ്യത്തെ അതിശക്തമായിട്ട് എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാ? അതിനുള്ള വകുപ്പ് ഈ എഫ്ഐആർ ഇല്ലാത്തത് കൊണ്ടാ. ഇനി ആര് പറഞ്ഞാലും, ഇനി അങ്ങ് ശക്തമായിട്ട് എതിർക്കാനും പറഞ്ഞാലും പറ്റില്ല. കാരണം എഫ്ഐആറിൽ എന്തെങ്കിലും വേണ്ടേ? മറ്റൊരു വാദമുണ്ട്, കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന്. അതിനും ഈ വിധിയിൽ തന്നെ ന്യായീകരണം പറയുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും എഫ്ഐആറിൽ ഇല്ലെന്ന് പിന്നെ എങ്ങനെ ചോദിക്കും? വളരെ പൊള്ളയായ ഒരു എഫ്ഐആർ ആണ് പോലീസ് ഹാജരാക്കിയത്. അതുകൊണ്ട് നീതിബോധമുള്ള ഏതൊരു ജഡ്ജിയും ചെയ്യുന്നത് പോലെ NIA സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജിയും നമ്മുടെ സിസ്റ്റർമാർക്ക് ജാമ്യം കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഈ കേസിലെ യഥാർത്ഥ പ്രതികള് ഇപ്പോഴും പുറത്ത് വലിച്ചു നടക്കുക. ബജ്രംഗ് ദളിന്റെ പ്രാദേശിക പ്രവർത്തകര്, അവരുടെ നേതാവ് ജ്യോതി ശർമ്മ, അക്കൂട്ടരാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത്, അധിക്ഷേപിച്ചത്, തല്ലിയത്, ചീത്ത പറഞ്ഞത്. അവർക്കെതിരായിട്ട് ഈ കുട്ടികള് നാരായൺപൂർ സ്പീക്കർ പരാതി കൊടുത്തു. സംഭവം നടന്ന ദുർഗിലായതുകൊണ്ട് അദ്ദേഹത്തിന്, ആ സാറിന് ആ കേസ് അങ്ങോട്ട് കൈപ്പറ്റാൻ മടി. ആ കേസ് സ്വീകരിച്ചില്ല. അതിന്റെ ചിത്രം പോലും പത്രങ്ങളിൽ വന്നു. എന്തുകൊണ്ടാണ് നാരായൺപൂർ SP ആ കേസ് സ്വീകരിച്ചിട്ട് ദുർഗിലേക്ക് അയക്കാൻ പാടില്ല അന്വേഷണത്തിന്? ഒരു TTR ആണ് സംശയം തോന്നിട്ട് ഇവരെ തടഞ്ഞു വെച്ചത്. അയക്കേണ്ട കാര്യം? TTRന് ടിക്കറ്റ് ഉണ്ടോ? യാത്രക്കാരൻ ടിക്കറ്റ് ഇല്ലാതെയാണോ യാത്ര ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ പോരെ? അയാളാണ് ഈ സിസ്റ്റർമാരെയും മറ്റ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെയും തടഞ്ഞു വെച്ചത്. അയാൾ കുറ്റവാളിയല്ലേ? അയാൾക്കെതിരായിട്ട് നടപടി എടുത്തോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ NIA എങ്ങനെയാണ് ഈ രംഗത്ത് വരുന്നത്? അമിത്ഷാ അറിയാതെ എങ്ങനെയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയിന്മേൽ വാദം നടക്കുമ്പോൾ NIAക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നത്? കോടതി പറഞ്ഞിരിക്കുന്ന എന്താ? ഇനി ഈ പ്രതികള് എവിടെയാണ് താമസിക്കുന്നതെന്ന് കൃത്യമായിട്ട് NIA ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കണം എന്നാണ്. എങ്ങനെ NIA വന്നു അമിത്ഷാ അറിയാതെ? ചട്ടപ്രകാരം കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു കേസ് NIAക്ക് ഏറ്റെടുക്കാൻ പാടില്ല. മറ്റൊന്ന്, ഈ ജാമ്യം കൊണ്ട് തീർന്നോ? ഈ ജാമ്യം സംബന്ധിച്ച ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് വെറും കേട്ടുകേഴ്വിയുടെയും സംശയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലെടുത്ത ഒരു കേസാണെന്ന്. അത് റദ്ദാക്കണ്ടേ? അതിന് ഹൈക്കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. അതിന് ഈ BJP എന്തെങ്കിലും സഹായം കിട്ടുമോ? രാജീവ് ചന്ദ്രശേഖർ എന്താ പറഞ്ഞത്? സഭ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു എന്ന് വെച്ചാൽ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിലൊപ്പിട്ട് ഒരു അപേക്ഷ കൊടുത്തു സഭ. അപ്പൊ ഞങ്ങളങ്ങ് ഇടപെട്ടു വന്നേ ഉള്ളതാ. അപ്പൊ ഇക്കാര്യത്തിൽ ഇടപെടുമോ ഈ കേസ് റദ്ദാക്കി കിട്ടാൻ? അങ്ങനെയാണല്ലോ. ജാമ്യം കിട്ടത് നിങ്ങൾ ഇടപെടലാണെങ്കിൽ ഈ കേസ് റദ്ദാക്കി കിട്ടാനോ ഒന്ന് ഇടപെട്ടുകൂടായോ? പിന്നെ മറ്റൊരു കാര്യം, പിതാക്കന്മാരും കൂടെ ഓർക്കേണ്ട കാര്യമാണ്. ഈ കൂടെ കൊണ്ടുവന്ന 2 കുട്ടികള് അവരിപ്പോ നാട്ടിലാ, അവരുടെ വീട്ടിൽ ബജ്രംഗ് ദളുകാർ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇതിലൊരു കുട്ടിയായ കമലേശ്വരിയുടെ മാതാവ് ബുധിയ പറഞ്ഞിരിക്കുക. അവരുടെ കാര്യം ആര് നോക്കും? അവരെ സഹായിക്കണ്ടേ? അവർക്ക് സംരക്ഷണം വേണ്ടേ? നമ്മുടെ BJP നേതാവ് അനൂപ് ആന്റണി അദ്ദേഹം ഇനി പോന്നു, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇനി അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അവരെ ബജ്രംഗ് ദളുകാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പരാതിയുള്ളത്. ദയവ് ചെയ്ത് അവരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം.